ഉപമുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാനുള്ള അരവിന്ദ് കെജ്രിവാളിന്റെ തീരുമാനത്തിനെതിരെ ബിജെപി രംഗത്ത്. കെജ്രിവാളിന്റെ 48 മണിക്കൂർ സമയം നിഗൂഢമാണെന്നും നിയമസഭയിൽ ഭൂരിപക്ഷമുള്ള ഒരു മുഖ്യമന്ത്രി ഇത്തരത്തിൽ ചെയ്യുന്നത് പരിഹാസ്യമാണെന്നും ബിജെപി MP സുധാൻഷു ത്രിവേദി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സുവി ചേരും വിവരങ്ങളുമായി. സുവി, നാളെ രാജിവെച്ചേക്കും കെജ്രിവാൾ എന്നാണ് മനസ്സിലാകുന്നത്. രാജിവെക്കുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്താണ് മനസ്സിലാക്കേണ്ടത്? എന്താണ് ദില്ലിയിലെ രാഷ്ട്രീയ നീക്കങ്ങൾ? രഞ്ജിത്ത്, ഇന്നലെയാണ് അരവിന്ദ് കെജ്രിവാൾ രാജി പ്രഖ്യാപനം നടത്തിയത്. താൻ രാജിവെക്കുകയാണ്. ജനങ്ങളുടെ മുന്നിൽ സത്യസന്ധത തെളിയിച്ചതിനു ശേഷം ജനവിധിയിലൂടെ താൻ തിരിച്ചുവരും എന്നായിരുന്നു അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത്. പ്രത്യേകിച്ചും അരവിന്ദ് കെജ്രിവാളിന് കഴിഞ്ഞ ദിവസമാണ് ജാമ്യം കിട്ടിയത്. അതിനെ തുടർന്ന് ജാമ്യം കിട്ടിയെങ്കിലും ഉപാധികളോട് കൂടിയായിരുന്നു ജാമ്യം ലഭിച്ചത്. ആ ഉപാധികളിൽ പലതും ഭരണ നിർവഹണത്തെ ബാധിക്കുന്നതായിരുന്നു. ചീഫ് മിനിസ്റ്ററുടെ ഓഫീസിൽ കയറരുത്, ഒപ്പം മറ്റ് ചീഫ് മിനിസ്റ്ററുടെ ഓഫീസിൽ കയറരുത്, ഫയലുകൾ ഒപ്പിടാം, എന്നാൽ ലഫ്റ്റനന്റ് ഗവർണറുടെ അനുമതി ആവശ്യമില്ല തുടങ്ങിയ ഉപാധികളാണ് വെച്ചത്. ഈ രീതിയിൽ ഭരണനിർവഹണം നടത്തുക എന്നത് ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു പശ്ചാത്തലമായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഇന്നലെ അപ്രതീക്ഷിതമായി ഒരു രാജി പ്രഖ്യാപനം അരവിന്ദ് കെജ്രിവാൾ നടത്തിയത്. അതിനുശേഷം ഇന്ന് വലിയ തോതിലുള്ള ചർച്ചാ വിഷയമാവുകയും ചെയ്തു. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിനോടൊപ്പം ഡൽഹിയിലും തെരഞ്ഞെടുപ്പ് നടത്തണം എന്നായിരുന്നു അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞിരുന്നത്. ഫെബ്രുവരിയിലാണ് ഇതിന്റെ ഒരു കാലാവധി, ഡൽഹി സർക്കാരിന്റെ കാലാവധി അവസാനിക്കുന്നതും ഫെബ്രുവരിയിലാണ് തെരഞ്ഞെടുപ്പ് നടത്താൻ നേരത്തെ നിശ്ചയിച്ചിരുന്നതും. അതിന് മുൻകൂട്ടി ഇത്തരത്തിലൊരു തീരുമാനം വേണം എന്നാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത്. ഏതായാലും തിരക്കിട്ട രാഷ്ട്രീയ ചർച്ചകളാണ് ഇപ്പോൾ ഡൽഹിയിൽ നടക്കുന്നത്. ഈ താൽക്കാലിക മുഖ്യമന്ത്രി ആരാകും എന്നൊരു ചോദ്യമാണ് ഉയരുന്നത്. ആം ആദ്മിയെ സംബന്ധിച്ചിടത്തോളം തലപ്പൊക്കമുള്ള ഒരു നേതാവ് എന്ന തരത്തിലാണ് അരവിന്ദ് കെജ്രിവാൾ ഉള്ളത്. അരവിന്ദ് കെജ്രിവാളിനോടൊപ്പം ശേഷിയുള്ള മറ്റ് നേതാക്കളെ കണ്ടെത്തുക എന്നത് വലിയ തോതിലുള്ള പ്രതിസന്ധിയാണ് ആം ആദ്മി പാർട്ടിയിൽ സൃഷ്ടിക്കുന്നത്. ഏതായാലും ഇന്ന് അക്കാര്യത്തിൽ ആരായിരിക്കും മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ ഇന്നോ നാളെയോ ഒരു തീരുമാനമുണ്ടാകും. നാളെയാണ് അരവിന്ദ് കെജ്രിവാൾ രാജിവെക്കുക എന്നാണ് അറിയിച്ചിരിക്കുന്നത്. സുവി വിശ്വനാഥാണ് വിവരങ്ങൾ പങ്കുവച്ചത്.